സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യയിൽ കനത്ത വ്യോമാക്രമണവുമായി ഉക്രൈൻ. മോസ്കോയുടെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. നഗരത്തിന്റെ തെക്ക് കിഴക്കുള്ള പാർപ്പിട സമുച്ചയത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഡ്രോൺ ആക്രമണത്തിലൂടെ സൗദി അറേബ്യൻ ചർച്ചകളിൽ ഉക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നിർബന്ധിതനാക്കുമെന്നാണ് കീവ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ റഷ്യക്കെതിരെ ഉക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത്. 10 പ്രദേശങ്ങളിലായി 337 ഉക്രൈനിയൻ ഡ്രോണുകൾ ഒറ്റ രാത്രി കൊണ്ട് വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി റഷ്യൻ സൈന്യം സ്ഥിരീകരിച്ചു. 126 എണ്ണം അതിർത്തിയിലുള്ളതും ഉക്രൈൻ സൈന്യത്തിന്റെ ഭാഗിക നിയന്ത്രണത്തിലുള്ള കുക്സ് മേഖലയിലും 91 എണ്ണം മോസ്കോ മേഖലയിലുമാണ് വെടിവെച്ച് വീഴ്ത്തിയത്. ബെൽഗോറോഡ്, ബ്രയാൻസ്ക്, വോറോനിഷ്, കലുഗ, ലിപ്പെറ്റ്സ്, നോവ്ഗോറോഡ്, ഒറിയോൾ, റിയാസാൻ എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായി. ഡൊമേഡോഡോവോ, നുക്കാവോ, ചെറെമെറ്റീവോ, സുക്കോവ്സ്കി എന്നിവയുൾപ്പെടെ 6 വിമാനത്താവളങ്ങളിലും യാരോസ്ലാവ്, നിസ്റ്റി, നോവ്ഗോറോഡ് മേഖലകളിലും വിമാന സർവീസുകൾ നിർത്തിവെച്ചു. അതേസമയം ഉക്രൈൻ US പ്രതിനിധികൾ സൗദി അറേബ്യയിൽ ചർച്ച ആരംഭിച്ചു. ഉക്രൈൻ പ്രതിനിധി സംഘത്തിൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രിയ മാർക്ക്, വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ, പ്രതിരോധ മന്ത്രി റെസ്റ്റം ഉമേറോ, ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് പാവ്ലോ പാലിസ എന്നിവരാണുള്ളത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ടുമാണ് US പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഓവൽ ഓഫീസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന വാഗ്വാദത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമായാണ് സൗദിയിലെ ചർച്ചകൾ. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സെലൻസ്കി സൗദിയിലുണ്ടെങ്കിലും US അംഗവുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കില്ല. US സൈനിക സഹായവും രഹസ്യാന്വേഷണ വിവരങ്ങളും പങ്കുവയ്ക്കുന്നതിനുള്ള കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചയ്ക്കിടെ ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒത്തുതീർപ്പിലേക്കുള്ള ആദ്യപടിയായി ആകാശത്തും കടലിലും വെടിനിർത്തൽ കരാർ ഉക്രൈൻ നിർദ്ദേശിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓവൽ ഓഫീസ് വാക്കുതർക്കത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ധാതുക്കളുടെ ഇടപാടിലും പുരോഗതി ഉണ്ടെന്നാണ് സൂചന. പ്രാഥമിക സമാധാന ചർച്ചകളിൽ ഫെബ്രുവരി 18-ന് സൗദി അറേബ്യയിലും ഫെബ്രുവരി 27-ന് ഇസ്താംബൂളിലും US ഉദ്യോഗസ്ഥർ റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സെലൻസ്കി ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് സെലൻസ്കി ക്ഷമ ചോദിച്ച് കത്തെഴുതിയതായി സ്ഥിരീകരിച്ചത്. ട്രംപിന് സെലൻസ്കി കത്തയച്ചിരുന്നു. ഓവൽ ഓഫീസിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും അദ്ദേഹം ക്ഷമാപണം നടത്തി. USഉം ഉക്രൈനും തമ്മിലുള്ള ചർച്ചകൾ ഫലപ്രദമാകാൻ ഇത് ഉപകാരപ്പെടുമെന്നും വിറ്റ്കോഫ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം US കോൺഗ്രസിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്യുമ്പോൾ സെലൻസ്കിയുടെ കത്ത് കിട്ടിയതായി ട്രംപ് പറഞ്ഞിരുന്നു. കത്തയച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുഗമമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ നടന്ന തർക്കത്തിന് ശേഷം ഉക്രൈനുള്ള സൈനിക സഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു. ഇതോടെയാണ് ക്ഷമാപണം നടത്താൻ സെലൻസ്കി നിർബന്ധിതനായത്.